അർപ്പിത പാർട്ട് 13. മീറ്റിംഗ് ഹാളിൽ നിന്നും പുറത്തിറങ്ങിയ സിദ്ധുവും അഖിലും നേരെ തങ്ങളുടേതായ ക്യാബിനിലേക്കാണ് പോയത്. അവിടെ ചെന്ന് അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്ത് ഉച്ചയോടുകൂടി തന്നെ ഓഫീസിൽ നിന്നും നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും ഡൈനിങ് ഏരിയയിൽ ലഞ്ച് കഴിക്കാനുള്ള തിരക്കിലായിരുന്നു. ഇരുവരും അകത്തേക്ക് കയറി വരുന്നത് കണ്ട് ദേവു, ഇതെന്താ മാധവേട്ട, പതിവില്ലാത്ത കാഴ്ചകളൊക്കെ? ഈ രണ്ടെണ്ണത്തിനെയും എത്രയോ പ്രാവശ്യം നമ്മൾ ബുദ്ധിമുട്ടി വിളിച്ചിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി. എല്ലാ എണ്ണത്തിനും അന്നേരം സമയമില്ല. ഇപ്പോഴെങ്ങനെ കിട്ടി ഇവന്മാർക്ക് രണ്ടെണ്ണത്തിനും സമയം? ദേവു അവരെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് തനിക്ക് മനസ്സിലായില്ലോടോ. ഓരോരുത്തരുടെ ജീവിതത്തിലേക്കൊക്കെ വന്നു കയറുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. മാധവ് അത്രയും പറഞ്ഞ് ഐശുവിനെയും അപ്പുവിനെയും ഒന്ന് നോക്കി. അവർ രണ്ടുപേരും തലയും താഴ്ത്തിയിരുന്നു. അവരുടെ അടുത്തേക്ക് അഖിൽ വന്ന്, അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ, ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. നീ കൂടുതൽ എന്നെ അങ്ങ് സുഖിപ്പിക്കാതെ. ഇവളെ എപ്പോഴാ നീ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തായാലും സിദ്ധുവിൻ്റെ കഴിഞ്ഞു. അച്ഛൻ എന്തിനാ അച്ഛാ ഇത്ര ധൃതി പിടിക്കുന്നത്? അച്ഛൻ്റെ ഉറ്റ മിത്രമല്ലേ ഇവളെ വളർത്തി വലുതാക്കി. നമുക്കൊരു ദിവസം അങ്കിളിനെ കാണാൻ പോയി. ആ കൂട്ടത്തിൽ നമുക്കിതും ചോദിച്ച് ഇവളെ ഇനി കെട്ടി എൻ്റെ കൂടെ ഇനി കൊണ്ടുപോരാം. അല്ലേ ഐഷു? നിനക്ക് സമ്മതക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ? അവൻ രാവിലത്തെ കാര്യം ഓർമ്മ വെച്ചുകൊണ്ട് തന്നെ അവളോടായി ചോദിച്ചു. എനിക്ക് സമ്മതക്കുറവാ. എന്ത്? എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ സമ്മതക്കുറവാണെന്ന്. ഓ, ഉറപ്പിച്ചാണോ? ഉറപ്പിച്ച്. ഇത് മാറത്തില്ലല്ലോ? ഇല്ല, മാറത്തില്ല. ഐഷുവിനോടായി അഖിൽ അത്രയും പറഞ്ഞതും അഖിൽ നേരെ തിരിഞ്ഞ് മാധവിന് നേരെ, അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകളെ എനിക്ക് വേണ്ടി ആലോചിച്ചെന്ന് അച്ഛനല്ലേ ഇന്നലെ പറഞ്ഞത്? എപ്പോഴെന്നർത്ഥത്തിൽ അദ്ദേഹം വായും തുറന്ന് അവനെ തന്നെ നോക്കിയിരുന്നു. അവൻ കണ്ണിറുക്കി കാട്ടിയതും പറഞ്ഞിരുന്നു. എങ്കിൽ അച്ഛൻ എന്തായാലും അവരെ ഒന്ന് കണ്ട് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഐഷുവിന് എന്നെ വേണ്ട. അന്നേരം പിന്നെ അവൾക്ക് വേണ്ടാത്തടത്ത് ഞാൻ അവളെയും എങ്ങനെ ഫോഴ്സ് ചെയ്ത് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? അതുകൊണ്ട് അത് വേണ്ട. എന്നെ ഇഷ്ടപ്പെടുന്നവരെയല്ലേ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടത്. അതുകൊണ്ട് അച്ഛൻ ആ പെൺകുട്ടിയെക്കുറിച്ച് തന്നെ ആലോചിക്കുക. നമുക്ക് എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പോയി പെണ്ണ് കണ്ട് വാക്കാലെല്ലാം ഉറപ്പിച്ച് പെട്ടെന്ന് തന്നെ വിവാഹം നടത്താം. നിശ്ചയത്തിനൊന്നും സമയം നൽകണ്ട, നേരെ വിവാഹം. അത്രയും പറഞ്ഞ് ഐഷുവിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അഖിൽ മുകളിലേക്ക് കയറിപ്പോയി. എന്തെങ്കിലും കഴിച്ചിട്ട് കയറിപ്പോ. അഖിൽ മുകളിലേക്ക് കയറിപ്പോയതും സിദ്ധുവിൻ്റെ അമ്മ അവൻ്റെ പിന്നാലെ വിളിച്ചു പറഞ്ഞു, കുറച്ച് കഴിയട്ടമ്മ, അവിടെ ഇരിക്കുന്നവരൊക്കെ കഴിച്ചെഴുന്നേറ്റ് പോട്ടെ, ഞാൻ പതുക്കെ വന്ന് അമ്മയോടൊപ്പം ഇരുന്ന് കഴിച്ചോളാം. ദേഷ്യത്തോടെ അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിപ്പോയി. സിദ്ധു എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അഖിലിൻ്റെ തൊട്ട് പിന്നാലെ കയറിപ്പോയതും ഐഷു അപ്പോഴും അഖിൽ പറഞ്ഞ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുക. താൻ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയല്ലേടി, നീ എൻ്റെ പ്രാണനാണ്, നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുമെന്നാ നമ്മുടെ ഐഷു കൊച്ചു വിചാരിച്ച. പക്ഷേ എന്ത് പറയാനാ, നമ്മുടെ അഖിലിൻ്റെ കയ്യിൽ ഐഷുവിനെ വിറ്റ പൈസ ഉണ്ടെന്നുള്ളത് ഐഷു കൊച്ചു മനസ്സിലാക്കാൻ ഒരുപാട് താമസിച്ചു പോയി. ഐഷുവിൻ്റെ അങ്ങനെയുള്ള മറുപടിയും അഖിലിൻ്റെ ഭാഗത്ത് അവൾക്ക് വിപരീതമായ മറുപടിയും കേട്ട് സ്റ്റക്കായി നിൽക്കുക. അപ്പു അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ഒന്ന് തട്ടി. അവളൊരു ഞെട്ടലോടെ അപ്പുവിനെ തിരിഞ്ഞു. എന്തേ, കൈവിട്ടു പോയോ? രാവിലെ തൊട്ട് ഞാൻ നിൻ്റെ പുറകെ നടന്ന് പറയുമല്ലോ, ചുമ്മാ അഖിലേട്ടനെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇനി വരുന്നത് അനുഭവിച്ചോ. ആ മനുഷ്യൻ എന്തായാലും ഇനി നിന്നെ വേണ്ട. അപ്പു അത്രയും പറഞ്ഞു നിർത്തിയതും വന്ന ദേഷ്യത്തോടെ തന്നെ ഐഷു തുള്ളി മുകളിലേക്ക് കയറിപ്പോയി. അയാൾക്ക് എന്നെ വേണ്ടാന്ന്. ഞാൻ അയാളുടെ പിന്നാലെ ഒന്നും പോയില്ലല്ലോ. അയാളല്ലേ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ഇഷ്ടമാ പറഞ്ഞ് അവസാനം ഞാനും ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് മാധവച്ചൻ്റെ കൂട്ടുകാരൻ്റെ മോളെ കല്യാണം കഴിക്കണമെന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അവൾ ദേഷ്യത്തിൽ തന്നെ പിറുപിറുത്തുകൊണ്ട് നേരെ അഖിലിൻ്റെ റൂമിലേക്കാണ് ചെന്നത്. അഖിലിൻ്റെ റൂമിൻ്റെ ഡോർ അടഞ്ഞു കിടക്കുന്നത് കണ്ട ദേഷ്യത്തിൽ തന്നെ അത് തള്ളി അങ്ങ് തുറന്നു. അഖിൽ അകത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയായിരുന്നു. അവൻ തിരിഞ്ഞു നോക്കിയത് മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ഐഷുവിനെ കണ്ട് അവൻ്റെ ഉള്ളിൽ ഒരു ചിരി വന്നുവെങ്കിൽ അത് വിദഗ്ധമായി അത് മറച്ചുകൊണ്ട്, എന്താടി ഒരു റൂമിലേക്ക് വന്ന് കയറുമ്പോൾ അതിൻ്റേതായ മാനേഴ്സ് കീപ്പ് ചെയ്യണമെന്ന് നിനക്കറിയില്ലേ? പ്രത്യേകിച്ച് ഒരു അന്യപുരുഷൻ്റെ റൂമിലേക്ക്. അന്യപുരുഷനോ? ആര്? ഞാൻ? അഖിൽ ഐഷുവിനോടായി പറഞ്ഞു. അതിന് താൻ എനിക്ക് അന്യപുരുഷനാണെങ്കിലല്ല ഉള്ളു.
എന്താ? താൻ എനിക്ക് അന്യപുരുഷൻ ആയി തോന്നിയിട്ടില്ല. പിന്നെ നീ നേരത്തെ പറഞ്ഞ എന്നെ ഇഷ്ടമല്ല എന്ന്. അത് രാവിലത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. ഓഹോ, എങ്കിലേ ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. താൻ സീരിയസ് ആയിട്ടാണോടോ പറഞ്ഞത്? അതെ, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. അഖിൽ അത്രയും പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. തൻ്റെ കയ്യിൽ കിട്ടി എന്തോ എടുത്ത് അഖിലിൻ്റെ നാട്ടപ്പുറത്ത് ഒരൊറ്റേറ് അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അഖിൽ തിരിഞ്ഞതും അതീവ ദേഷ്യത്തോടെ കയ്യിൽ തുള്ളി കയ്യിൽ ഒരു ഫ്ലവർ വേസുമായി അവനെ പിടിച്ചു നിൽക്കുന്ന ഐഷുവിനെ കണ്ടതും, ഐഷു മോളെ, ചേട്ടൻ വെറുതെ പറഞ്ഞതാ എൻ്റെ മോളെ ദേഷ്യം ഒന്ന് കാണാൻ. അല്ലാതെ ചേട്ടനെങ്ങാണ്ട് വേറെ ഏതെങ്കിലും പെമ്പിള്ളാരെ നോക്കുമോ? എൻ്റെ ഐഷുവിനെ അല്ലാതെ താൻ നോക്കും. താൻ നോക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. താൻ അങ്ങനെ തന്നെ ചെയ്യും. എന്നെ തേക്കാനാ തൻ്റെ ഭാവമെന്ന് എനിക്ക് മനസ്സിലായി. മോളെ, ഫ്ലവർ വേസ് താഴെ വെക്ക്. തറയിലോ വീണ് പൊട്ടിയാൽ ആ ചില്ല് കാലേ കൊണ്ടാ കാലുമുറിയും, തലയിൽ കൊണ്ടാലോ തല പൊട്ടും. അതുകൊണ്ട് മുളക് താത്ത് വെക്ക്. ഏയ്, ഇത് താത്ത് വെക്കാനല്ല ചേട്ടാ ഞാൻ എടുത്തത്. ഇത് നേരെ ചേട്ടൻ്റെ തലക്കിട്ട് തന്നെ തരാൻ വേണ്ടി. മോളെ, തല പൊട്ടും, ചോര വരും. ചോര വരണമല്ലോ. താൻ ഇനി മേല ഞാനല്ലാതെ വേറെ ഒരു പെണ്ണിനെ മനസ്സിൽ പോലും ആലോചിക്കരുത്. ആ തലയിൽ ചിന്ത പോലും വരരുത് വേറൊരു പെണ്ണിൻ്റെ. അതിന് തനിക്കിതൊരു ഓർമ്മയായിട്ട് തന്നെ ഇരിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് ഐഷു ഫ്ലവർ വൈസ് അവർ നേരെ എറിയാൻ തുടങ്ങിയതും അവൻ ഓടി വന്ന് ഐഷുവിൻ്റെ കയ്യിൽ കയറി അങ്ങ് വട്ടം ചുറ്റി അവളെയും പിടിച്ചു. അവളുടെ കയ്യിൽ നിന്നും ഫ്ലവർ വൈസ് നേരെ താഴേക്ക് വെച്ച് അവളെ ചേർത്ത് നിർത്തി. എന്തേ? എൻ്റെ ഐഷു നല്ല ദേഷ്യത്തിലാണ്. ആ ദേഷ്യത്തിലാണ്. എടി പെണ്ണ്, ഒരു മയത്തിലൊക്കെ പറയടി. ഒരു മയവും താൻ എൻ്റെ ഭാഗത്തുനിന്ന് വിചാരിക്കേണ്ട. തന്നെ ഒന്ന് ചൂടാക്കാനല്ലല്ലോ, താനൊരു സോറി പറയുന്നതിന് വേണ്ടിയല്ലേ ഞാൻ ഇത്രയൊക്കെ ഗമ കാണിച്ച്. എന്നിട്ടോ താൻ ഒറ്റയടിക്ക് പറഞ്ഞ് മാധവച്ചൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ ഇയാൾക്ക് വിവാഹം കഴിക്കണമെന്നല്ലേ? എടി, അത് ചുമ്മാതെ മാധവങ്ങൾ അങ്ങനൊരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാടി? അങ്ങനെയാണോ? അതേടി, ഞാൻ അച്ഛനെ കണ്ണടച്ച് കാട്ടിയത് കൊണ്ടല്ലേ അച്ഛൻ ഇതിന് സപ്പോർട്ട് തന്നെ. ഓ, അന്നേരം അച്ഛനും മോനും കൂടെ ചേർന്ന് എന്നെ വിധിവേഷം കെട്ടിക്കുമായിരുന്നല്ലേ? അച്ഛനുള്ള ഞാൻ താഴെ ചെല്ലുമ്പോൾ എൻ്റെ പൊന്നൈഷു, ആ പാവം പിടിച്ച മനുഷ്യൻ അവിടെ കാണ്ടിരുന്നോടെ. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോടായിക്കോ. അതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ കണ്ണടച്ച് കാണിച്ചത് കൊണ്ട് മാത്രം ഇതിനെല്ലാം കൂടുന്ന ആ പാവത്തിനെ വെറുതെ വിട്ടേക്ക്. ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, പക്ഷെ തന്നെ ഞാൻ വെറുതെ വിടില്ല. അത്രയും പറഞ്ഞിട്ട് അഖിലിനെ പിടിച്ച് തള്ളാനൊരുങ്ങിയതും പെട്ടെന്ന് അഖിൽ അവളുടെ 2 കൈയിലും പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി കാലുകൾ കൊണ്ട് ഡോർ തട്ടി അടച്ചു. താനെന്തിനാ ഡോറടയ്ക്കുന്നത്? അതോ, എൻ്റെ ഐഷു കൊച്ചു നല്ല ദേഷ്യത്തിലല്ലേ? ആ ദേഷ്യം ഒന്ന് കുറയ്ക്കാൻ. ദേഷ്യം കുറയ്ക്കുന്നതിന് ഡോർ അടച്ചാൽ മതിയോ? മതിയല്ലോ. അതെങ്ങനെ? അവൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടെ അവനോട് ചോദിച്ചു. അതോ, ഇപ്പം കാട്ടിത്തരാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഒന്നുകൂടി അവളോട് ചേർന്ന് നിന്ന് അവളുടെ മുഖമാകെ ഒന്ന് നോക്കി. അഖിലേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നെ കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ്? കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഇത്രയടുത്ത് ഇങ്ങനെ എൻ്റെ കൈക്കുള്ളിൽ നീ ഇന്നോളം നിന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നിന്നെ ഒന്ന് നോക്കിയതാ. എന്നാൽ മറിഞ്ഞാൻ പോട്ടെ, എന്നെ തിരക്കും അപ്പു. ഓ, അപ്പു ഇപ്പോൾ ഒന്നും തിരക്കത്തില്ല. ഇവിടെ നടന്ന സംഭവവികാസങ്ങളെല്ലാം അവൾ പുറത്തു നിന്ന് കണ്ടു. ഞാൻ ഡോറ് ചാരിയപ്പോഴും അവളവിടെ നിൽപ്പുണ്ട്. അവൾക്ക് കാര്യം മനസ്സിലായി. എന്ത് കാര്യം? അതോ, ഇപ്പം കാട്ടിത്തരാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്ക് തിരിഞ്ഞതും ഐഷുവിന് കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഐഷു അവനെ തെള്ളാനൊരുങ്ങിയതും അവൻ അതിൽ ശക്തിയോടെ അവളിലേക്ക് അമർന്നു അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി. മേൽചുണ്ടും കീഴ്ചുണ്ടും വളരെ ആർദ്രമായി അവൻ നുണഞ്ഞുകൊണ്ട് തന്നെ അവൻ അവളുടെ കീഴ്ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ അമർത്തി ഒന്ന് കടിച്ചു. അവൾ എരിവ് വലിച്ചുകൊണ്ട് അഖിലിനെ തെള്ളി മാറ്റി. താൻ എന്തിനാണോ എൻ്റെ ചുണ്ട് കടിച്ചേ? അതോ, ഈ വായിൽ നിന്നല്ലേ കുറച്ചു മുമ്പേ എന്നെ വേണ്ട എന്ന് പറഞ്ഞത്?
അതുകൊണ്ട് മോൾ ഇനി വാ തുറന്ന് എന്നെ വേണ്ട എന്ന് പറയുമ്പോഴെല്ലാം ഇത് ഓർക്കണം കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് അഖിൽ തിരിഞ്ഞതും ആയിഷു വളരെ ദേഷ്യത്തിൽ ചെന്ന് അവനെ പിടിച്ചു നിർത്തി അവൻ്റെ ചുണ്ടുകളിലേക്ക് അവളുടെ ചുണ്ടുകൾ ചേർത്ത് അവൻ അവൾക്ക് കൊടുത്തതുപോലെ തന്നെ അവൻ്റെ കീഴ്ചുണ്ടിൽ അമർത്തി ഒന്ന് കടിച്ച്. എടി ദുഷ്ടേ, നീ എന്തായി കാട്ടിയേ? താൻ എനിക്ക് തന്ന് ഞാൻ തിരിച്ചു തന്നു. എനിക്കും ആരുടെയും ഒന്നും കൈവച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ല, പ്രത്യേകിച്ച് കടമായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ കടം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുന്നിലൂടെ അവൾ മുന്നോട്ട് നടന്നതും നിനക്ക് ഇത്ര അഹങ്കാരമോ? അഖിൽ ഐഷുവിൻ്റെ കയ്യിൽ പിടിച്ച് നേരെ ബെഡിലേക്ക് വലിച്ചിട്ടു. അവളുടെ പുറത്തേക്ക് അഖിലും കയറി കിടന്നു. അഖിലേട്ടാ എന്തായി കാട്ടുന്നേ? ആരെങ്കിലും ഡോർ തുറന്ന് വന്നാൽ കണ്ടാൽ നാണക്കേടാ. ഓ, അങ്ങനെയൊക്കെയുള്ള നാണക്കേട് നിനക്കുണ്ടോ? എൻ്റെ അഖിലേട്ട ഇപ്പോൾ വാശി കാട്ടാനുള്ള സമയമല്ല, പ്ലീസ്. അഖിലേട്ടനൊന്ന് എഴുന്നേറ്റ് മാറിയേ. അവളുടെ സ്വരം അത്ര ആർദ്രമായിരുന്നു. നീ എന്താ പറഞ്ഞേ? നിനക്ക് കടം വെച്ചോണ്ടിരിക്കുന്ന ഇഷ്ടമല്ല എന്നോ? എങ്കിൽ ശരി, നിനക്കൊരു കൂട്ടം തരാനുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളുടെ ചുണ്ടുകൾ ലക്ഷ്യം വെച്ച് ചെന്നതും അവൾ തൻ്റെ ചുണ്ടുകൾ ഉള്ളിലേക്കാക്കി തല ഒരു സൈഡിലേക്ക് ചരിച്ചതും അവൻ്റെ ചുണ്ടുകൾ നേരെ അവളുടെ കഴുത്തിടുക്കിലേക്ക് അമർന്നു. അവൻ്റെ മീശയും ചുണ്ടും അവളുടെ കഴുത്തിടുക്കിൽ പതിഞ്ഞതും അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. അഖിൽ തൻ്റെ ചുണ്ടാൽ അവിടെ ഒന്ന് മുത്തം വെച്ച് അവളുടെ കഴുത്തിലാകെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് അവസാനം നീല ഞരമ്പുകളിൽ അവൻ്റെ പല്ലുകൾ ആഴ്ത്തി അവൾ ഒന്ന് എരിവ് വരിച്ച് അവൻ്റെ ചുണ്ടാൽ അവിടെ ഒന്ന് നുണഞ്ഞെടുത്ത് അവൻ അവളിൽ നിന്നും അകന്നു മാറിയതും അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് അവളുടെ കഴുത്തൊന്ന് നോക്കി. അവൻ്റെ പല്ലുകൾ ആഴ്ത്തിയത് മുറിപ്പാട് അവളുടെ കഴുത്തിൽ പതിഞ്ഞു കിടക്കുന്നത് കണ്ടതും അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അവൾ ദേഷ്യത്തിൽ തന്നെ താൻ എന്ത് പണിയായി കാട്ടിയത്? ഇതും വെച്ചോണ്ട് ഞാൻ എങ്ങനെയായി ഇനി എല്ലാവരെയും ഒന്ന് നോക്കുക? എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അഖിൽ അവിടെ നിന്നും എഴുന്നേറ്റതും താൻ ഇനി നോക്കണ്ട, താൻ നോക്കിയതിൻ്റെ പാടാ ഈ കിടക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി തൻ്റെ റൂമിലേക്ക് പോയി. തൻ്റെ റൂമിലേക്ക് കയറി ഡോർ അടച്ച് അവൾ കതവും ചാരി നിന്ന് ഒന്ന് ആഞ്ഞ് ശ്വാസം വലിച്ച് വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് തൻ്റെ കഴുത്തിൽ അഖിലും നൽകിയ സ്നേഹചുംബനം ഒന്നുകൂടി നോക്കി അതിലൂടെ തൻ്റെ കൈകൾ ഒന്ന് ഇഴഞ്ഞു നടന്നു. നല്ല വേദനയുണ്ട്. ദുഷ്ടൻ, ചോര കുടിക്കുന്ന ഡ്രാക്കുള പോലും ഇതുപോലെ കൊല്ലത്തില്ല. ഇയാൾ ഡ്രാക്കുളയുടെ വംശത്തിൽപ്പെട്ടതാണോ എന്നൊരു ഡൗട്ടും ഇല്ലാതില്ല. അവൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഡ്രോയിൽ നിന്നും മേക്കപ്പ് സെറ്റ് എടുത്ത് ആ പാട് മറയ്ക്കാനുള്ള തത്രപ്പാടിലായി. പാടുകളെല്ലാം നന്നായി മറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടതും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവൾ കാണുന്ന അവളെ തന്നെ കാത്തു നിൽക്കുന്ന അപ്പൂനെയാണ്. അപ്പൂൻ്റെ മുന്നിലേക്ക് ചെന്ന് ഒരു വളിച്ച ഇളി പാസ്സാക്കി. നീ ഇത്രയും നേരം ആ റൂമിൽ എന്തെടുക്കുക? ഏയ് ഒന്നുമില്ല. അപ്പു അവളെ അടിമുടി ഒന്ന് സ്കാൻ ചെയ്തു. നീ പകൽ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതുപോലെ മേക്കപ്പ് ഒന്നും ഇടാറില്ലല്ലോ, ഇന്നെന്താ പതിവില്ലാതെ മേക്കപ്പൊക്കെ ഇട്ട് നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ലടി, അത് കണ്ടപ്പോൾ ഒരാഗ്രഹം മേക്കപ്പ് ഇടണമെന്ന്, അതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. അവൾ പറഞ്ഞതും അതത്ര വിശ്വസനീയമല്ലാത്തതുകൊണ്ട് അപ്പു ഒന്നുകൂടി അവളെ ഒന്ന് ചൂഴ്ന്നു നോക്കി. ഇല്ലടി സത്യം. അത്രയും പറഞ്ഞുകൊണ്ട് ഐഷു മുന്നിലേക്ക് നടന്നു. ഞാനിത് വിശ്വസിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പു പിന്നിൽ നിന്നും ഐഷുവിനെ കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞു. ഇനിയും താൻ അവിടെ നിന്നാൽ അപ്പു തന്നെ അടിമുടി സ്കാൻ ചെയ്ത് കള്ളത്തരം കണ്ടുപിടിക്കും എന്നുള്ളത് കൊണ്ടാണ് ഐഷു പെട്ടെന്ന് തന്നെ അപ്പുവിൻ്റെ മുന്നിലൂടെ തന്നെ താഴേക്ക് പോയത്. അവരുടെ എല്ലാവരുടെയും പറച്ചിൽ എല്ലാം കേട്ട് അഖിലും സിദ്ധുവും അവിടെ തന്നെ ഉണ്ട്. സിദ്ധുവിന് കാര്യം മനസ്സിലായതുപോലെ സിദ്ധു അഖിലിനെ ഒന്ന് നോക്കി. ചെറുതായിട്ട് ഒരു ചെറിയ പാട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നീ കല്യാണത്തിന് മുമ്പ് തന്നെ ചീത്തപ്പേരുണ്ടാക്കുമോ അഖിലേ? പോടാ, എനിക്ക് നാണം വരുന്നു. അയ്യ, നാണിക്കുന്നു, കണ്ടാച്ചാലും മതി. സിദ്ധു അത്രയും പറഞ്ഞ് റൂമിലേക്ക് തിരിഞ്ഞു പോയി. അഖിൽ നേരെ ഐഷുവിൻ്റെ അടുത്തേക്കും. എന്നാൽ ഇവർ രണ്ടുപേരുടെയും ഭാവങ്ങളൊന്നും മനസ്സിലാവാതെ അപ്പു എന്തൊക്കെ ആലോചിച്ച് സിദ്ധുവിൻ്റെ റൂമിലേക്ക് തന്നെ കയറി ബെഡിലിരുന്നു. സിദ്ധു വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ എന്തൊക്കെ ആലോചിച്ചിരിക്കുന്ന അപ്പുവിനെ കണ്ട്, എന്താണോ താനിത്തെ ഗഹനമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലേ ഇന്ന് പതിവില്ലാതെ ഐഷു ഒരുപാട് പൊട്ടിയൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങുന്നത് കണ്ട് എന്താ കാര്യമെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല.
തനിക്ക് മനസ്സിലായില്ലേ? ഇല്ലെന്നേ. തനിക്കറിയണോ എന്താണെന്ന്? അറിയണം എന്നർത്ഥത്തിൽ അപ്പു സിദ്ധുവിന് നേരെ തലയാട്ടിക്കാട്ടി. അവൻ ഒരു കള്ളച്ചിരിയോടെ അവളെയും കടന്ന് റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തു. അത് പറയുന്നതിന് റൂമിൻ്റെ ഡോർ എന്തിനാ ലോക്ക് ചെയ്യുന്നത്? അതോ, അതങ്ങനെ പറയാൻ പറ്റുന്നതല്ല, അത് കാട്ടിത്തരാനുള്ളതാ. അത് പറഞ്ഞതും അവൾക്ക് എന്തോ ഒരു അപായം മണത്തു. എനിക്കൊന്നും അറിയണ്ട, ഐഷുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചോളാം. അങ്ങനെ ഐഷുവിൻ്റെ അടുത്ത് ചോദിച്ചാലും അവൾ പറഞ്ഞു തരില്ല. സിധു പറഞ്ഞുകൊണ്ട് അപ്പുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ഒരു കൈയാൽ അവളുടെ ഇടുപ്പിലേക്ക് ചേർത്ത് അവളെ തന്നോട് അടുപ്പിച്ച് നിർത്തി. അവൻ അവളുടെ മുഖമാകെ ഒന്ന് നോക്കി. അവൾ അപ്പോഴും മറ്റെങ്ങോ നോക്കി നിൽക്കുന്നു. തനിക്കിപ്പോഴും എൻ്റെ മുഖത്തേക്ക് നോക്കാനോ എന്നെ തൻ്റെ ഭർത്താവായി അക്സെപ്റ്റ് ചെയ്യാനോ തനിക്കിതുവരെ സാധിച്ചിട്ടില്ലേ? സിധു ആർദ്രമായി അവളോട് ചോദിച്ചതും ആ ഒരു വാക്കുകൾ അവളുടെ ഉള്ളിൽ എവിടെയൊക്കെ തട്ടിയതുപോലെ അവൾ പെട്ടെന്ന് തന്നെ സിധുവിൻ്റെ മുഖത്തേക്ക് നോക്കി. സിധു അപ്പോഴും തന്നെ ഇമജിമ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾക്ക് എന്തെന്നില്ലാത്തൊരു പരവേശം തോന്നി. അവൾ പതിയെ അവളുടെ മുഖം താഴേക്ക് താഴ്ത്തിയതും അവൻ തൻ്റെ കൈയാൽ അവളുടെ മുഖം മുകളിലേക്ക് ഉയർത്തി. എന്താടോ, അതിന് മറുപടിയൊന്നുമില്ലേ? അങ്ങനെയൊന്നുമില്ല. എങ്കിൽ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ? എന്തെന്നർത്ഥത്തിൽ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് അപ്പു നോക്കിയതും ഐഷു എന്തിനാ പുട്ടിയിട്ടേക്കുന്നതെന്ന് അറിയണ്ടേ? അറിയണം എന്നർത്ഥത്തിൽ അവൾ വീണ്ടും തലയാട്ടിയതും അവൻ്റെ മുഖം അവൾക്ക് നേരെ താണു വന്നതും അവൾക്ക് മനസ്സിലായി തൻ്റെ ചുണ്ടുകൾ ലക്ഷ്യം വെച്ചാണ് അവൻ വരുന്നതെന്ന്. അവൾ തൻ്റെ മുഖം ഒന്ന് ഇടത്തേക്കൊന്ന് ചരിച്ചതും അവൻ്റെ ചുണ്ടുകൾ നേരെ കഴുത്തിൽ വന്ന് പതിഞ്ഞു. കഴുത്തിൽ പതിഞ്ഞതും അവൻ അവളെ ഒന്ന് ചുംബിച്ചു. അവൻ്റെ മീശയും ചുണ്ടും അവിടെ തട്ടി ഒരു വല്ലാത്തൊരു ഭാവം നമ്മുടെ അപ്പുവിൽ ഉണ്ടായതും അവൾ പെട്ടെന്ന് തന്നെ അവളുടെ കൈയുടെ മുറുക്കം ഒന്നുകൂടി കൂട്ടി. അത് എന്തോ ഒരു സമ്മതം കിട്ടിയതുപോലെ സിദ്ധുവിന് തോന്നിയ സിദ്ധു അവളുടെ കഴുത്താകെ ഒന്ന് ചുംബിച്ചു. അവസാനം അവൻ പതിയെ, വളരെ പതിയെ അവളുടെ കഴുത്തിലേക്ക് തൻ്റെ പല്ലുകൾ ഒന്നാഴ്ത്തി. അവൾ ഒന്ന് എരിവ് വലിച്ചതും അവൻ്റെ ചുണ്ടാൽ തന്നെ അവിടെ ഒന്ന് നുകർന്നു. അവൻ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അപ്പോഴും കണ്ണുകൾ അടച്ച് തൻ്റെ ചുംബനങ്ങളെ എല്ലാം ഒരെതിർപ്പും കൂടാതെ സ്വീകരിക്കുന്നവളെ കണ്ടതും അവൻ ഒന്നുകൂടി തന്നോട് ചേർത്ത് നിർത്തി അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു. ഇതാ അവിടെ നടന്നത് കേട്ടോ. അത്രയും പറഞ്ഞ് അവൻ അവളെ വിട്ട് ഒന്നകന്നു നിന്നതും അവൾക്ക് അവനെ നോക്കാൻ എന്തെന്നില്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നി. അവൾ പതിയെ ഡോർ തുറന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും സിധു പിന്നിൽ നിന്നും വിളിച്ചു, ഡോ അവിടെ നിന്നേ. എന്തെന്നർത്ഥത്തിൽ തിരിഞ്ഞു നോക്കാതെ അവൾ അവിടെ നിന്നു. താൻ ഈ കണ്ണാടിയിലൊന്ന് നോക്കിയിട്ട് പോ. തൻ്റെ കോലത്തിന് എന്താ കുഴപ്പം എന്നറിയാൻ അവൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ സാരി തൻ്റെ വയർഭാഗത്തു നിന്നും അല്പം താന്നും മാർഭാഗത്തു നിന്നും സാരി നീങ്ങിക്കിടക്കുന്നത് എല്ലാം കണ്ടതും അവൾക്ക് വല്ലാത്തൊരു ജാള്യത തോന്നി. പെട്ടെന്ന് ഡ്രസ്സെല്ലാം ക്ലിയർ ചെയ്ത് അവൾ വീണ്ടും പോകാൻ, ഡോ ആ കഴുത്ത് ഭാഗത്തു കൂടി നോക്കിയിട്ട് പോ, സിദ്ധു വീണ്ടും അവളോടായി പറഞ്ഞു. അവൾ പെട്ടെന്നാണ് അത് ഓർത്തത്. സിദ്ധു അവിടെ ഒന്ന് കടിച്ചിരുന്നു. അവൾ പതിയെ തൻ്റെ മുഖം വലത്തോട്ട് തിരിച്ച് ഒന്ന് നോക്കിയവ അവിടെ നന്നായി അവൻ്റെ പല്ലുകൾ ആഴ്ന്നിരിക്കുന്നു. ചുവന്ന് വട്ടത്തിൽ കിടക്കുന്നത് കണ്ടതും അവൾ സിദ്ധുവിനെ കൂർപ്പിച്ചൊന്ന് നോക്കി. ചുണ്ടും കൂർപ്പിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്ന്, ഇനിയും ഈ ചുണ്ടുകൾ ഇങ്ങനെ കൂർപ്പിച്ചാലുണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ കടിച്ചെടുക്കും. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ഒരു പരിഭവത്തോടെ, സിദ്ധുവേട്ടനല്ലേ എന്നോട് പറഞ്ഞത് എൻ്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യില്ല എന്ന്. പിന്നെ എന്തേ കാട്ടിയത്? ഞാൻ എങ്ങനെ ഇനി അച്ഛൻ്റെ അമ്മയുടെ ഐഷുവിൻ്റെ ഒക്കെ മുന്നിൽ പോകും? സിദ്ധുവേട്ടനെ എന്ത് പണിയായി കാട്ടിയേ? അവൾ പരിഭവത്തോടെ അവനോട് പറഞ്ഞത്. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. നിന്നോടല്ലേ ഞാൻ ആദ്യം ചോദിച്ചേ ഐഷു എന്തിനാ പൂട്ടിയിട്ടേക്കുന്നതെന്ന് അറിയണോ എന്ന്? അറിയണമെന്ന് നീയല്ലേ സമ്മതം തന്നത്? അപ്പോൾ പിന്നെ ഞാനത് അറിയിച്ചു തന്നു, അത്രമാത്രം. സിദ്ധു പറഞ്ഞു നിർത്തിയതും അപ്പോൾ വീണ്ടും അവനെ നോക്കി. നീ ഈ ചുണ്ടുകൾ കൂർപ്പിക്കാൻ നിന്നോടല്ലേടെ പറഞ്ഞേ? ഇനിയും നീ ഇവിടെ നിന്ന ഇതുപോലെ ചിലപ്പോൾ ഇവിടെ പലതും നടക്കും.
വേണോ? അവൻ വീണ്ടും അവളോട് ഒരു ചെറിയ കുസൃതിയോടെ ചോദിച്ചതും അവൾ വേണ്ട എന്നർത്ഥത്തിൽ പതിയെ തൻ്റെ മേക്കപ്പ് സെറ്റ് എടുത്ത് അവിടെ എല്ലാം ഒന്ന് മേക്കപ്പ് ഇട്ട് അവൻ്റെ ദന്തങ്ങളായിരുന്ന പാട് മറച്ചു. അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നും ആ ഭാഗം ക്ലിയർ ആയോ എന്ന് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ സിദ്ധു വീണ്ടും അവൾക്കടുത്തേക്ക് വന്ന്, ഇനി ഒന്നും കാണാൻ പറ്റില്ല ഒച്ചേ. നീ ഇങ്ങനെ മറയ്ക്കാൻ തുടങ്ങിയാൽ നീ എവിടെയെല്ലാം മറയ്ക്കും? അവൻ പതിയെ അവൻ്റെ കൈകൾ അവളുടെ സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ വയറിലേക്ക് നീങ്ങിയതും പെട്ടെന്ന് ഒരു പിടപ്പോടെ അവൻ്റെ കൈ തട്ടിമാറ്റി അവൾ അവിടെ നിന്നും ഓടി താഴേക്ക്. ഇതെല്ലാം ഒരു ചിരിയോടെ കണ്ടു നിന്ന് സിദ്ധു പതിയെ അവൾക്ക് പിന്നാലെ താഴേക്ക് ചെന്ന്